വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കനാട് സ്വദേശി രജീവ് ആണ് മരിച്ചത്. കാട്ടാന ആക്രമണം തന്നെയാണ് എന്ന് സംശയിക്കുന്നു നാട്ടുകാർ. വീടിനടുത്തുള്ള പറമ്പിലാണ് രജീവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എത്ര തൂക്കുവേലിയല്ല എന്തുണ്ടെങ്കിലും ഇത് നശിപ്പിച്ച് ആളുകളുടെ കൃഷിസ്ഥലത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഈ ആനയ്ക്കുണ്ട്. ഇതിനെ നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി DFO അടക്കമുള്ള ഗവൺമെൻറ് അടക്കമുള്ള എല്ലാവരോടും പറഞ്ഞിട്ടും ഇതുവരെയും അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ രജീഷിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശദാംശങ്ങളുമായി ലിൻഡോ അവിടെ നിന്ന് ചേരുന്നു. ലിൻഡോ, സങ്കടകരമായ വാർത്തയാണ്. ഇതിങ്ങനെ ആവർത്തിക്കുന്നതിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും വലിയ വിഷമം നാട്ടുകാർക്കാകെ തന്നെ ഉണ്ടാകും. ഇതിപ്പോൾ ഈ ചെറുപ്പക്കാരൻ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ആനയുടെ ആക്രമണം തന്നെയാണ് എന്ന കാര്യം എന്തായാലും നാട്ടുകാർ കൺഫേം ചെയ്യുന്നുണ്ടല്ലേ? അതെ സനീഷ്, രജീവിൻ്റെ പോസ്റ്റ്മോർട്ടം അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ മൃതദേഹം പുറത്തേക്ക് ഇറക്കൂ എന്നുള്ള തീരുമാനം കൊണ്ട് മൃതദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ DFO അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളും നാട്ടുകാരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഇത് ഒരു ആന ആക്രമണം തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. നിലവിൽ 25 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്നത്. ഒപ്പം പ്രദേശത്ത് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആനയെ തുരത്തണമെന്നുമാണ് നാട്ടുകാർ DFOയുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രി 9:30 സംഭവം നടക്കുന്നത്. രജീവ് ആന തൻ്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയതുണ്ട് എന്നറിഞ്ഞ് തുരത്താനുള്ള ശ്രമത്തിനായി പറമ്പിലെത്തുകയും അവിടെ നിന്നും ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ നാട്ടുകാരടക്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ്. കാരണം നിരന്തരമായ ആനയുടെ ശല്യം ഈ പ്രദേശത്ത് അനുഭവിക്കുന്നു. നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഒരാളുടെ ജീവൻ കവർന്നിരിക്കുന്നു. ഇതിന് കൃത്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സനീഷ്, ശരി, നന്ദി ലിൻഡോ ആ വിവരങ്ങൾക്ക്. ഏതായാലും അവിടെ ഇതൊരു അവസാനമുണ്ടാകണം. ഇതിനെ ആളുകൾ പുറത്തേക്ക് തൊഴിലിനും മറ്റും ഇറങ്ങുമ്പോൾ രാവിലെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ആനയാൽ ആക്രമിക്കപ്പെടുകയാണ്, ഇങ്ങനെ കൊല്ലപ്പെടുകയാണ്. തലേദിവസം വരെ കണ്ട ആളുകളെ പിറ്റേന്ന് കാണാതാകുന്ന സാഹചര്യം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു എന്ന് ആ ഭാഗത്തുള്ള ആളുകൾക്ക് വലിയ പരാതിയും പരിഭവവുമുണ്ട്. ആ നിലക്ക് അതിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.